ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ജനറ്റിക് റീകോമ്പിനേഷനാണ്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് അതിൻ്റെ DNA ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൊടുക്കുന്ന ഓർഗാനിസത്തിന്, ജനറ്റിക് മെറ്റീരിയൽ കൊടുക്കുന്ന ഓർഗാനിസത്തിനെ ഡോണർ എന്നും വാങ്ങുന്നതിനെ റെസിപ്പിയൻ്റ് എന്നും പറയുന്നു. അതായത് ഒരു ബാക്ടീരിയ മറ്റൊരു ബാക്ടീരിയയിലേക്ക് അതിൻ്റെ DNA ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് ആണ് ഡോണർ. ഈ വാങ്ങുന്നതിനെയാണ് റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മ്യൂട്ടേഷൻസ്, അതുപോലെ തന്നെ ജനറ്റിക് റീകോമ്പിനേഷൻസ്, അതൊക്കെ വഴിയാണ് പല വെറൈറ്റീസ് ഓഫ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഓഫ് പോപ്പുലേഷൻസ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ റീകോമ്പിനേഷൻ നടക്കുന്നത് മെയിനായിട്ട് മൂന്ന് രീതിയിലാണ്. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, ഒന്ന് ട്രാൻസ്ഡക്ഷൻ, ഒന്ന് കോൺജുഗേഷൻ. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ല് ആ ബാക്ടീരിയ ഡെഡായിപ്പോയി അതിൻ്റെ സെൽസ് സറൗണ്ടിങ് മീഡിയയിൽ റിലീസ് ചെയ്ത് കാണപ്പെടും. ദെൻ ഈ ബാക്ടീരിയൽ DNA അപ്ടേക്ക് ചെയ്യാനായിട്ട് ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻ്റ് ബാക്ടീരിയ വരുവാണെന്ന് വിചാരിക്കാം. അങ്ങനെ അത് വരുമ്പോഴത്തേക്കും ഈ ഫ്രീ ആയിട്ട് സറൗണ്ടിങ്സിൽ കിടക്കുന്ന ഈ ബാക്ടീരിയൽ DNA ഈ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻ്റ് ബാക്ടീരിയനെ കാണുമ്പോൾ അതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനകത്ത് എൻ്റർ ചെയ്ത് അതിനകത്തുള്ള DNA പോയി ബൈൻഡ് ചെയ്ത് അതിന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള റീകോമ്പിനേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ജനറ്റിക് റീകോമ്പിനേഷൻ ഇൻ വിച്ച് DNA ഫ്രാഗ്മെൻറ്റ്സ്, അതായത് ഒരു ഡെഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ നിന്നും വന്ന DNA ഫ്രാഗ്മെൻറ്റ്സ് ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയൻ ബാക്ടീരിയനെ കാണുമ്പോഴത്തേക്കും അതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ റെസിപ്പിയൻ ബാക്ടീരിയയുടെ DNA ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. ഇതിന് 4 സ്റ്റെപ്സാണ്. ഒന്നാമത്തത് ഡോണർ ബാക്ടീരിയം ഡൈസ് ആൻഡ് ഈസ് ഡീഗ്രേഡഡ്. ഡോണർ ബാക്ടീരിയ എന്ത് ചെയ്തു? ഡെഡായിപ്പോൾ അത് ഡീഗ്രേഡ് ചെയ്ത് അതിൻ്റെ DNA ഫ്രാഗ്മെൻറ്റ്സ് ആ സറൗണ്ടിങ്സിൽ കാണപ്പെടും. രണ്ടാമത്തെ സ്റ്റെപ്പിലെ ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA ഫ്രം ദി ഡെഡ് ഡോണർ, അതായത് ഡെഡ് ആയിട്ടുള്ള ഡോണർ ബാക്ടീരിയയിൽ നിന്നും DNA ബൈൻഡിങ് പ്രോട്ടീൻ്റെ ഹെൽപ്പോടുകൂടി ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയൻ ബാക്ടീരിയക്കകത്തേക്ക് അതിൻ്റെ സെൽ വോളിനകത്തൂടെ എൻട്രി ചെയ്യുന്നു. ദെൻ അതിനകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെക്കെ പ്രോട്ടീന് എന്ത് ചെയ്യുന്നു? ആ ജനറ്റിക് എക്സ്ചേഞ്ചിനെ, 2 ഫ്രാഗ്മെൻറ്റ്സ് തമ്മിലുള്ള ജനറ്റിക് എക്സ്ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന റെക്കെ പ്രോട്ടീനാണ്. അതിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ഡോണർ DNAയും റെസിപ്പിയൻ DNAയും കൂടെ ബൈൻഡ് ചെയ്യുന്നു. ദെൻ അവർ തമ്മിൽ എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആവുന്നു. ആ ഒരൊറ്റ ബാക്ടീരിയയിൽ തന്നെ 2 DNAയും കാണപ്പെടുന്നു, അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് സ്റ്റെപ്സ്. DNA ഫ്രാഗ്മെൻറ്റ്സ് സറൗണ്ടിങ് കാണപ്പെടും. ഒരു ബാക്ടീരിയൽ ക്രോമസോം, ഇത് ബാക്ടീരിയ, പുതിയൊരു റെസിപ്പിയൻ ബാക്ടീരിയ, ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ആ പുറത്തുള്ള DNA അപ്ടേക്ക് ചെയ്യുന്നു. ആ റോസ് കളറിൽ കണ്ടോ, അകത്തേക്ക് എൻ്റർ ചെയ്തു. ആ പച്ച കളറിൽ കാണുന്നത് ആ വന്ന ബാക്ടീരിയയുടെ സ്വന്തമായിട്ടുള്ള DNA ആണ്. ഇനി ഇത് ചിലപ്പം സക്സസ്ഫുൾ ആവാം, ചിലപ്പം അൺസക്സസ്ഫുൾ ആവാം. അത് ഒരു സ്റ്റേബിൾ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇത് എൻട്രി ചെയ്ത് കണ്ടോ, സറൗണ്ടിങ് മീഡിയയിലുണ്ടായിരുന്നത് സറൗണ്ടിങ് മീഡിയയിലുള്ള DNA ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് 2 എണ്ണം ആവുന്നെങ്കിൽ അത് സ്റ്റേബിൾ ആവും, അല്ലെങ്കിൽ അൺസക്സസ്ഫുൾ ആവും. സ്റ്റേബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പിയൻറ്റിൻ്റെ DNAക്കകത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടും. ഇതിലാണെങ്കിൽ അത് ഡീഗ്രേഡ് ചെയ്ത് കളയും. അപ്പോൾ ഡീഗ്രേഡ് ചെയ്ത് കളഞ്ഞാൽ അതെന്താണ്? അൺസക്സസ്ഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. ഇനി പ്ലാസ്മിഡാണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്കിൽ അത് ഈ ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യില്ല, പകരം അതൊരു സ്റ്റേബിളായിട്ട് അത് ഒറ്റയ്ക്ക് പോയി മാറി നിൽക്കും. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ജനറ്റിക് റീകോമ്പിനേഷനാണ്. ബാക്ടീരിയയിൽ നടക്കുന്നതാണ്. ബാക്ടീരിയോഫേജ് നമുക്കറിയാം, വൈറസ് അറ്റാക്കിംഗ് ബാക്ടീരിയ. ഓക്കെ, വൈറസ് ദാറ്റ് ഇൻഫെക്റ്റ് ബാക്ടീരിയ, അതിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. ആ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ് ആണ്. ആ ബാക്ടീരിയോഫേജിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന ജനറ്റിക് റീകോമ്പിനേഷൻ മെത്തേഡ് നടക്കുന്നത്. ട്രാൻസ്ഡക്ഷൻ 2 തരത്തിലുണ്ട്. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലൈറ്റിക് ബാക്ടീരിയോഫേജ്
ഒരു ബാക്ടീരിയോഫേജ് വന്നു ഒരു ബാക്ടീരിയയുടെ സെല്ലിൻ്റെ സർഫസിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതിനകത്ത് ഈ ബാക്ടീരിയോഫേജിനകത്തിരിക്കുന്നത് വൈറൽ ജീനോമാണ്. ഓക്കെ, ആ വൈറൽ ജീനോം എന്ത് ചെയ്യും, ഒരു ബാക്ടീരിയക്കകത്തേക്ക് എൻട്രി ചെയ്യിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടോ ആ ബാക്ടീരിയ ന്യൂക്ലിയസ് ഉണ്ട്. അതുകൂടാതെ ബാക്ടീരിയോഫേജിനകത്തുനിന്ന് അതിൻ്റെ ആ ഒരു ക്യാപ്സിഡൊക്കെ പുറത്തേ നിൽക്കത്തുള്ളൂ. ജസ്റ്റ് അതിൻ്റെ ആ വൈറൽ ജീനോം മാത്രമേ സെല്ലിനകത്തേക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് ഡയറക്റ്റ്ലി എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വൈറൽ ജീനോം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റിൻ്റെ, അതായത് ഇത് എൻട്രി ചെയ്ത ഈ ബാക്ടീരിയനെ, ഈ വൈറൽ ജീനോം എൻട്രി ചെയ്ത് ഈ ബാക്ടീരിയനെ നമ്മൾ അതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോസ്റ്റിൻ്റെ ജീനോമിന് ആവശ്യം, അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഹോസ്റ്റിനകത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതെന്ത് ചെയ്യും, അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ വൈറൽ ജീനോം അതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇതിനാവശ്യമായിട്ടുള്ള ക്യാപ്സിഡ് കാര്യങ്ങളെല്ലാം വീണ്ടും അതെന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യും അതിനകത്ത്. എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത ക്യാപ്സിഡിനകത്ത് ഈ അതായത് വൈറൽ ജീനോം എൻട്രി ചെയ്തിരിക്കും. അതിനുശേഷം ഈ ബാക്ടീരിയോഫേജ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയയുടെ സെൽ വോള് ലൈസ് ചെയ്ത് ഇത് പുറത്തേക്ക് വന്ന് വീണ്ടും പുതിയൊരു ബാക്ടീരിയയിൽ പോയിട്ട് ഇൻഫെക്റ്റ് ചെയ്യും. ഈ ബാക്ടീരിയൽ സെല്ല് ലൈസ് ചെയ്ത്, അതായത് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നതിനെയാണ് ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ വരുന്ന ബാക്ടീരിയോഫേജ് വീണ്ടും പുതിയൊരു ഒരു റെസിപ്പിയൻ ബാക്ടീരിയനെ കാണുമ്പോഴത്തേക്കും അവിടെ പോയി ഇൻഫെക്റ്റ് ചെയ്യും. അതിൻ്റെ ആ ബാക്ടീരിയൽ DNA ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിക്കും. അപ്പം ഇപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് ഈ ചുമന്ന കളറിൽ കാണുന്നത് വൈറൽ ജീനോമാണ്. അപ്പം ബാക്ടീരിയയുടെ DNAയും മൾട്ടിപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ വൈറലിൻ്റെ ജീനോമും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് സംടൈംസ് ബാക്ടീരിയൽ DNA ആയിരിക്കും ഇതിൻ്റെ ക്യാപ്സിഡിനകത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇത് റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ആ റെഡ് കളറിൽ കാണുന്നത് വൈറസിൻ്റെ DNA ആണ്. ബ്ലൂ കളറിൽ കാണുന്നത് ബാക്ടീരിയൽ DNA ആണ്, ഡോണർ ബാക്ടീരിയയുടെ DNA ആണ്. ദെൻ ആ ബാക്ടീരിയൽ DNA ഉള്ള ബാക്ടീരിയോഫേജ് വന്ന് പുതിയൊരു റെസിപ്പിയൻ ബാക്ടീരിയത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ വന്ന് ബൈൻഡ് ചെയ്തിട്ട് ആ ബാക്ടീരിയൽ ജീനോമിനെയാണ് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അത് ഇതിനകത്ത് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ റെസിപ്പിയൻ്റ് ബാക്ടീരിയയുടെ കൂടെ ഇത് പോയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, പ്രത്യേകമായിട്ട് വേറെ മാറുന്നില്ല, പകരം അതിൻ്റെ കൂടെ തന്നെ അത് അറ്റാച്ച് ചെയ്തിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബാക്ടീരിയോഫേജ് വന്ന് അറ്റാച്ച് ചെയ്ത് അതിനകത്തുള്ള DNAസിനെ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിച്ചു. ആ എൻട്രി ചെയ്തത് നേരെ ഡയറക്റ്റ് പോയിട്ട് ബാക്ടീരിയയുടെ DNAയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അത് ബാക്ടീരിയയ്ക്ക് കോസൊന്നും ഉണ്ടാക്കുന്നില്ല. അതവിടെ തന്നെ ആ ബാക്ടീരിയയുടെ DNA ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ഇനി സംടൈംസ് എന്തെങ്കിലും ഒരു മ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു ഫേവറബിളായിട്ടുള്ള കണ്ടീഷനൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് മാറി ഇത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ക്യാപ്സിഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത കണ്ടോ, അതിൻ്റെ ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും കൂടെ DNA പോർഷൻസ് എൻട്രി ചെയ്ത് ഫേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇതും എന്ത് ചെയ്യും, ഈ ബാക്ടീരിയനെ ലൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന പുതിയൊരു ബാക്ടീരിയൽ എൻട്രി ചെയ്യുമല്ലോ. ആ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ഈ ഫേജിൻ്റെ DNA ഉണ്ട്, അതുപോലെ തന്നെ ആദ്യം ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയയുടെ DNA ഉണ്ട്. ആ രണ്ട് പോർഷനും കൂടെ വന്ന് പുതിയൊരു ബാക്ടീരിയയിലേക്ക് എൻട്രി ചെയ്യുന്നു. അതാണ് ഇത് കണ്ടോ, പച്ച കളറിലത് പുതിയ ബാക്ടീരിയയുടെ DNA, അതിനകത്തേക്ക് എൻട്രി ചെയ്തത് റോസ് കളറിലുള്ളത് വൈറൽ ജീനോം, ദെൻ ഡോണർ ബാക്ടീരിയൽ DNA ആണ്. ഫേജിൻ്റെ DNA റോസ് കളറിൽ, ഡോണർ ബാക്ടീരിയൽ DNA ആണ് ബ്ലൂ കളറിൽ. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. ഇതാണ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫേജ് എൻട്രി ചെയ്ത് ബാക്ടീരിയൽ സെല്ല് ലൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നതിനെ ലൈറ്റിക് സൈക്കിൾ എന്നും, അങ്ങനെ ലൈസ് ചെയ്ത് പുറത്തേക്ക് വരാത്തതിനെ ലൈസോജെനിക് സൈക്കിൾ എന്നും പറയും. ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. അതായത് ബാക്ടീരിയൽ കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൈലെ എന്ന് പറയുന്ന ഒരു DNA ട്രാൻസ്ഫർ ചെയ്യുന്നൊരു ഇതുണ്ട്. അത് വെച്ചിട്ട് പൈലസ് വെച്ചിട്ടാണ്
ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. F+ കോൺജുഗേഷൻ, HFR കോൺജുഗേഷൻ, റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡ് കോൺജുഗേഷനൊക്കെ അങ്ങനെ 3 ടൈപ്സ് ഓഫ് കോൺജുഗേഷൻ പ്രോസസ്സാണ് നടക്കുന്നത്. F+ കോൺജുഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ഇതിൻ്റെ ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ്. ഓക്കെ, F+ പ്ലാസ്മിഡിനെ ഒരു ഡോണർ ബാക്ടീരിയയിൽ നിന്നും ഒരു റെസിപ്പിയൻറ്റ് ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് F+ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ക്രോമസോമൽ DNA ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്ലാസ്മിഡ് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സെക്സ് പൈലസ് വെച്ചിട്ടാണ് കോൺജുഗേഷൻ നടക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ് 4 സ്റ്റെപ്സാണ് കോൺജുഗേഷനിൽ. ഇത് ഫീമെയിൽ റെസിപ്പിയൻ്റ്, അതായത് അതിനകത്ത് ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ് പ്രസൻ്റ് ആയിട്ടില്ല. F+ മെയിൽ പ്ലാസ്മിഡ്, അതിനകത്ത് ഫെർട്ടിലിറ്റി പ്ലാസ്മിഡ് റോസ് കളറിൽ അത് പ്രസൻ്റ് ആണ്. ദെൻ അതെന്ത് ചെയ്യും, ഈ സെക്സ് പൈലസിൻ്റെ ഹെൽപ്പോട് കൂടി ഈ F+ നിന്ന് F- ആയിട്ടുള്ള ആ ഒരു ബാക്ടീരിയ സെല്ലിലേക്ക് പ്ലാസ്മിഡിനെ റിലീസ് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ 2 ബാക്ടീരിയയിലും F+ പ്ലാസ്മിഡ് എൻ്റർ ചെയ്യുന്നു. സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും, പിന്നീട് അത് റോളിംഗ് സർക്കിൾ മെത്തേഡൊക്കെ വെച്ചിട്ടത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ആ F- ബാക്ടീരിയയും F+ ബാക്ടീരിയ ആയിട്ട് മാറുന്നതാണ് F+ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. HFR കോൺജുഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പ്ലാസ്മിഡ് സെക്സ് പൈലസ് വഴി എൻട്രി ചെയ്ത് അത് ബാക്ടീരിയയുടെ DNA അകത്തേക്ക് എൻട്രി ചെയ്യും. മുമ്പത്തേത് ഒറ്റയ്ക്കായിട്ട് മാറി നിൽക്കുമായിരുന്നെങ്കിൽ ഇത് ആ ബാക്ടീരിയയുടെ DNA ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണും. ആ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അത് പുതിയൊരു ബാക്ടീരിയയിലേക്ക് പോകുമ്പോൾ ആ ബാക്ടീരിയയുടെ ക്രോമസോമും ഉണ്ട്, അതുപോലെ തന്നെ ആ പ്ലാസ്മിഡ്, ആ റോസ് നീലയും കണ്ടില്ലേ, അത് രണ്ടും കൂടെ ഒരു പുതിയ ബാക്ടീരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ അത് എൻ്റർ ചെയ്ത് അത് ഇതിനകത്തേക്ക് ആ ബാക്ടീരിയയുടെ DNA എൻ്റർ ചെയ്തിരിക്കും. ഇത് തന്നെയാണ് HFR കോൺജുഗേഷൻ എന്ന് പറയുന്നത്. റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡ് കോൺജുഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയക്കകത്ത് റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡ്, അതായത് ഒരു ആൻറ്റിബയോട്ടിക്കിനോടായിക്കോട്ടെ മെറ്റലിനോടായിക്കോട്ടെ എന്തിനോടൊക്കെ റെസിസ്റ്റൻസ് കാണിക്കുന്ന ഒരു ആക്ടിവിറ്റി ഉള്ളൊരു ജീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്മിഡ് ബാക്ടീരിയയിൽ പ്രസൻ്റ് ആണ്. അതും ഈ സെക്സ് പൈലസിൻ്റെ ഹെൽപ്പോടുകൂടി അത് അവിടെ നിന്ന് ഒരു പുതിയൊരു ബാക്ടീരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതവിടെ ഇൻഡിവിജ്വലി അതായത് റെപ്ലിക്കേറ്റ് ചെയ്യും. അതാണ് റെസിസ്റ്റൻറ്റ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. പ്ലാസ്മിഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് പ്ലാസ്മിഡ്സും പഠിച്ചതാണ്. എപ്പിസോം എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഒരു പോർഷനാണ്. അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ക്രോമസോമിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തും കാണപ്പെടാനായിട്ട് പറ്റും. ഓക്കെ, അതിനെയാണ് എപ്പിസോംസ് എന്ന് പറയുന്നത്. എപ്പിസോംസിന് എക്സാമ്പിൾസാണ് ഇൻസേർഷൻ സീക്വൻസ് ആൻഡ് ട്രാൻസ്ഫെസോൺസ്, വൈറസ്, F ഫാക്ടറൊക്കെ. ട്രാൻസ്ഫെസോൺസ് എന്ന് പറയുന്നത് ഇൻസേർഷൻ സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രാൻസ്ഫെസോൺസ് ഇൻസേർഷൻ സീക്വൻസ് എന്ന് പറയുന്നത് എപ്പിസോംസ് ആണ്. ഇതിനെ നമ്മൾ പറയുന്നതാണ് മൊബൈൽ ജനറ്റിക് എലമെൻറ്റ്, അതായത് അതിന് സ്വയമായിട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ മൊബൈൽ ജനറ്റിക് എലമെൻറ്റ് എന്ന് പറയുന്നത്. ക്രോമസോമിനകത്തും അതുപോലെ തന്നെ ക്രോമസോമിൻ്റെ ഹെൽപ്പില്ലാതെ തന്നെ അത് പുറത്തും എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ട്രാൻസ്ഫെസോംസ് എന്ന് പറയുന്നത് മറ്റ് ജനറ്റിക് മെറ്റീരിയൽസിനെ അത് ക്യാരി ചെയ്യുന്നുണ്ട്. വൈറസ് എന്ന് പറയുന്നത് എപ്പിസോമിന് എക്സാമ്പിളാണ്. വൈറസ് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് ക്രോമസോമിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് അതിന് എപ്പിസോം എന്ന് പറയുന്നത് ശരിക്കും ജനറ്റിക് മെറ്റീരിയൽ, അതായത് ക്രോമസോമുമായിട്ടിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നതിനെയാണ് എപ്പിസോംസ് എന്ന് പറയുന്നത്. F ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും HFR കോൺജുഗേഷനിൽ കണ്ടില്ലേ, ആ ബാക്ടീരിയൽ സ്ട്രാൻഡ്സ് എന്ത് ചെയ്യുന്നു, ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് F ഫാക്ടറും ഒരു എപ്പിസോംസ് ആണ്.